നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വിടിക്കും ഒപ്പമുള്ള സൈബർ പോരാളികൾക്കും മൂക്കുകയറിട്ട് കെപിസിസി. സൈബർ ലോകത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ബാലിശമായ കമന്റുകളും എന്നും സമൂഹമാധ്യമങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കോൺഗ്രസ് MLA തന്നെ സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ പരസ്യമായി അവഹേളിക്കുകയും സൈബർ അക്രമികൾക്ക് അവഹേളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തന്നെ തികച്ചും നാണക്കേട് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതിൽ സംശയമില്ല. ഡിഗ്രി കൊണ്ട് ഒരു കൂമ്പാരം ഉണ്ടാക്കിയാലും വിദ്യാഭ്യാസം ആവോളം നേടിയാലും സ്ത്രീകളോട് നേരായ രീതിയിൽ സംഭാഷണം ചെയ്യാൻ കഴിയാത്തത് ശരിയായ സംസ്കാരമോ വ്യക്തിത്വമോ ആ വ്യക്തിക്ക് ഇല്ല എന്ന് തെളിയിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കി ഒരു എഴുത്തുകാരിയെ അപമാനിച്ച VT ബൽറാമിനും ഒപ്പം ചിന്തിക്കാതെ കൊടി പിടിച്ച സൈബർ അക്രമികൾക്കും മൂക്കുകയറിട്ടുകൊണ്ട് വന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. VT അടക്കമുള്ള സൈബർ പോരാളികൾക്ക് സ്വകാര്യ പേജുകളിലും പ്രതികരണങ്ങളിലും പോലും നിയന്ത്രണം ഏർപ്പെടുത്തി പുതിയ സൈബർ പെരുമാറ്റച്ചട്ടവുമായി KPCC. VT ബൽറാം MLAയും എഴുത്തുകാരി KR മീരയുമായുള്ള സോഷ്യൽ മീഡിയ സംവാദം അതിർവരമ്പ് ലംഘിച്ചുവെന്ന് കോൺഗ്രസിൽ തന്നെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ സൈബർ പെരുമാറ്റച്ചട്ടം നടപ്പാക്കാൻ KPCC ഒരുങ്ങുന്നു. ബൽറാമിന് എതിരായ കോഴിക്കോട് DCC അധ്യക്ഷൻ T സിദ്ദിഖ് അടക്കമുള്ളവർ പരസ്യമായി രംഗത്തു വന്ന സാഹചര്യത്തിലാണ് KPCCയുടെ ഇടപെടൽ വരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ കോൺഗ്രസ് പ്രവർത്തകർ, ഭാരവാഹികൾ, പാർട്ടി നേതാക്കൾ, വോളണ്ടിയർമാർ എന്നിവർ പ്രാവർത്തികമാക്കേണ്ട സാമാന്യ നിയമങ്ങളും മര്യാദകളും നടപ്പിൽ വരുത്തുവാൻ KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിനെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചുമതലപ്പെടുത്തി. സൈബർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന കോൺഗ്രസ് പാർട്ടികൾ പാർട്ടി നേതൃത്വത്തെയോ കോൺഗ്രസ് നേതാക്കളെയോ അപകീർത്തിപ്പെടുത്തുകയോ അപമാനിക്കാനോ ശ്രമിക്കരുത്. അത്തരം ശ്രമങ്ങളെ ഗൗരവപൂർവ്വം കാണുകയും അതിനെതിരെ മാതൃകാപരമായ അച്ചടക്ക നടപടി എടുക്കുകയും ചെയ്യുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. KPCC ഭാരവാഹികൾ, ബൂത്ത് ഭാരവാഹികൾ, KPCC അംഗീകൃത സംഘടനകളുടെ ഭാരവാഹികൾ, ഓഫീസ് ഭാരവാഹികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയ എല്ലാവർക്കും ഈ മാർഗനിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും. എന്നാൽ എല്ലാ പാർട്ടി പ്രവർത്തകരോടും സോഷ്യൽ മീഡിയയിലെ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാനും പ്രസ്താവനയിൽ പറയുന്നു. ഡിജിറ്റൽ മീഡിയ സെൽ മെമ്പർമാർ പാർട്ടിയുടെ ഔദ്യോഗിക പേജിൽ മീഡിയ സെൽ ചെയർമാന്റെ അനുവാദമില്ലാതെ ഒന്നും പ്രസിദ്ധീകരിക്കരുത്. സ്വകാര്യ പേജുകളിൽ പ്രസിദ്ധീകരിക്കുന്ന വിവരങ്ങൾ വ്യക്തിപരമായിരിക്കണം. ഇത്തരം പോസ്റ്റുകളുടെ ഉത്തരവാദിത്വം അതത് വ്യക്തികൾക്കുമായിരിക്കും. KPCC മീഡിയ സെൽ ഇത്തരം പ്രസിദ്ധീകരണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. അതേസമയം സ്വകാര്യ പേജുകളിൽ പാർട്ടി നേതൃത്വത്തെയോ നേതാക്കളെ അധിക്ഷേപിക്കുന്ന പ്രവർത്തനം അനുവദിക്കില്ല. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പ്രവർത്തകർ വിട്ടുനിൽക്കണം. മറ്റുള്ളവരുടെ സർഗരചനകൾ, കൃതികൾ, ലേഖനങ്ങൾ, സ്വകാര്യ വിവരങ്ങൾ എന്നിവ അവരുടെ അനുമതി കൂടാതെ ഉപയോഗിക്കരുത്. വൈകൃതവും അശ്ലീലവുമായ പോസ്റ്റുകൾ ഒഴിവാക്കുക. അശ്ലീല ചിത്രങ്ങൾ, അനഭിലഷണീയമായ സന്ദേശങ്ങൾ, ആശയങ്ങൾ എന്നിവ പോസ്റ്റ് ചെയ്യരുത്. ആളുകളെ ഭീഷണിപ്പെടുത്തുക, ആശയങ്ങൾ ഭീഷണിപ്പെടുത്തൽ, അപകീർത്തിപ്പെടുത്തൽ എന്നിവ ഒഴിവാക്കുക. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ആഹ്വാനം, പ്രോത്സാഹനം എന്നിവ ഒഴിവാക്കുക. സ്ത്രീത്വത്തെ അപമാനിക്കരുത്. ലൈംഗിക അഭിരുചികൾ, വിഭാഗീയ പ്രവർത്തനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ എന്നിവയും പ്രവർത്തകർ ഒഴിവാക്കണമെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.